ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മക്കളാവുന്ന നമുക്ക് മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ഒരുമിച്ച് വരുവാൻ തമ്പുരാൻ അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഓപ്പണിംഗ് പ്രയർ നടത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട എബി ഇബ്രാഹിമച്ചനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീത സമയത്തിനായി ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ഒരു ദിവസം കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ പാപികളും കുറവുള്ളവരും ബലഹീനരുമാകും. എങ്കിലും അവിടുത്തെ വലിയ കൃപ നടത്തുന്ന മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൂടി വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൂടാൻ കഴിയാതെ പോയ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കാത്തു പരിപാലിക്കണമേ. വിവിധ ആവശ്യഭാരങ്ങളെയും ആഗ്രഹങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. സകലതും നന്മയ്ക്കും തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർക്കുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാവരെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ. നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, അവരെ നീ എല്ലാം കാത്തു പരിപാലിക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലിക്കായി അന്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. വിവിധ ആവശ്യഭാരങ്ങളിൽ നിന്റെ മുമ്പിൽ തലവണങ്ങിയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവിനെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വസിക്കുന്നു നിങ്ങൾ അറിയുന്നു. ഇന്ന് വചനം ഞങ്ങൾക്കായി നൽകുന്ന ആചാര്യ ശ്രേഷ്ഠനെയും അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് 30, 60, 100 മേനിയായത് ഫലം നൽകുവാൻ തക്കവണ്ണം ഇടയാകണമേ. വാങ്ങിപ്പോരെ അബ്രഹാമി ഫലം വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരെയെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും വന്യ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥനയിൽ എല്ലാവരെയും സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരിപ്പിന്റെ സമയത്ത് പെന്തക്കോസ്തി നമുക്ക് വളരെ ആസന്നമായിരിക്കുന്നു. ആത്മാവാം ദൈവമേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. പരിശുദ്ധ ദിദിമോസ് ബാവ തിരുമേനിയുടെ ഓർമ്മയാകുന്നു. ഗ്ലോബൽ ക്ലർജി കോൺഫറൻസ് അവസാനിച്ചു, അനുഗ്രഹപ്രദമായി അവസാനിച്ചു. ഗ്ലോബൽ മർത്തമറിയം സമാജം കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാകുന്നു. ഷിക്കാഗോ റീജിയൻ ആണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അതിൽ മിനസോട്ടയിലെ സെയിന്റ് ഗ്രിഗോറിയോസ് ചർച്ചാണ് ഈ പ്രാർത്ഥന പ്രധാനമായിട്ട് നടത്തുന്നത്. അവർക്ക് ഒരു പുതിയ പള്ളി അവർക്കായി ദൈവം കൊടുത്തിരിക്കുന്നു. ഒരു പാരിഷായിട്ട് പ്രഖ്യാപിച്ച് ഏപ്രിൽ 24, 2026 അതിന്റെ ക്ലോസിങ്ങും കീ ഹാൻഡ് ഓവർ ചെയ്യുക എല്ലാം ചെയ്ത് അന്നു മുതൽ അവർ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തിയിരിക്കുമ്പോൾ ഇന്ന് അവർക്ക് പ്രാർത്ഥന ലീഡ് ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റ് പള്ളികളിൽ നിന്നും കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അവരെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ നന്ദിയോടെ സമർപ്പിക്കുന്നു. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ച. നമുക്കും അവരോടൊപ്പം അവരുടെ പുതിയ പള്ളിയിലേക്ക് ദൈവം അനുവദിച്ച നാളെയും മറ്റന്നാളുമായിട്ട് വിശുദ്ധ കുർബാനയും പെന്തക്കോസ്തിയുടെ ശുശ്രൂഷയും എല്ലാം ആദ്യമായി ചെയ്യുന്ന ബ്ലസ്സിങ്ങും എല്ലാം ചെയ്യുമ്പോൾ നമുക്കും നന്ദിയോടെ അവിടെ കൂടെ അവരോട് പങ്കിടാം. അവർക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാനും
അതോടൊപ്പം അവരോട് കൂടെ സഹായത്തിനായി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജിജിയും പ്രിയപ്പെട്ട ലെൻസിയും എല്ലാം ഇതിനോടൊപ്പം സഹായത്തിനായി വന്നിട്ടുണ്ട്. ഷിൻഡോ ഡേവിഡ് അച്ഛനെയും സമർപ്പിക്കുന്നു. ഒപ്പം ജോജോ ബേബി അച്ഛനെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട ഏലിയമ്മ പുന്നൂസ് പാട്ട് പാടുന്നതായിരിക്കും. പാടിക്കോട്ടെ. പാടി കേൾക്കാൻ വായിച്ചേ, കേൾക്കാമല്ലോ. കേൾക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ പാട്ട് പാടുമ്പോൾ അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ പാട്ടിനോട് ചേരാം. വരിക നൽവരങ്ങളെ നീതാരികയാവിയേ, ശുഭകരുണവാബിയേ, ശുഭകരുണവാബിയേ, ശുഭകരുണവാബിയേ. തവ ജനാഭിഷേകത്തിൻ സുഗന്ധതൈലമേ, ദിവ്യസ്നാനതൈലമേ, ദിവ്യസ്നാനതൈലമേ, ദിവ്യസ്നാനതൈലമേ. അഗ്നി പോലെയോ ദഹന ജ്വാല പോലെയോ, കതിരൊളിവു പോലെയോ, കതിരൊളിവു പോലെയോ, കതിരൊളിവു പോലെയോ. വാഴ്ക മനസ്സിന്ദുർവിചാരം ആകെ മാറ്റുവാൻ, ഗുണം ഏറി തേറുവാൻ, ഗുണമേറി തേറുവാൻ, ഗുണം ഏറി തേറുവാൻ. പാപക്കടലിൽ ആഴം കണ്ട പാപി ഞാനയ്യോ, എന്നിൽ കോപിയാതയ്യോ, എന്നിൽ കോപിയാതയ്യോ, എന്നിൽ കോപിയാതയ്യോ. പ്രകൃതി കൊണ്ടു വികൃതമായ ഹൃദയം മാറുവാൻ, നവഹൃദയം ആകുവാൻ, നവഹൃദയമാകുവാൻ, നവഹൃദയമാകുവാൻ. സത്യധർമ്മ നീതിമാർഗ മുറകളാകുവാൻ, കൃപ വളരെ നൽകുവാൻ, കൃപ വളരെ നൽകുവാൻ, കൃപ വളരെ നൽകുവാൻ. വരിക നൽവരങ്ങളെ നീതാരികയാവിയേ, ശുഭകരുണവാബിയേ, ശുഭകരുണവാബിയേ, ശുഭകരുണവാബിയേ. 'Praise the Lord'. 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 'Praise the Lord
ഇവിടെ എലിയാമ്മ പുന്നൂസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. എല്ലാവരും വേദോത്സവം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട നിറ്റി ജേക്കബാണ് വായിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 21. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യം. നിറ്റി വായിക്കണം. കേൾക്കാവോ? കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ബാറയ്ക്കുമോർ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർത്യരും മേദ്യരും ഏലിയാമരും മെസപ്പൊത്താമിയയിലും യഹൂദയിലും കപ്പദോക്യയിലും പെന്തോസിലും ആസിയയിലും പ്രുഗ്യയിലും പംഫൂലിയയിലും മിസ്രൈമിലും കുറേനയ്ക്കു ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ബാറയ്ക്കുമോർ. പ്രിയപ്പെട്ട നിറ്റി ജേക്കബ്, ജോഹാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട സാറാമ്മ തോമസ്, പ്രിയപ്പെട്ട കെ അലക്സാണ്ടർ, പ്രിയപ്പെട്ട നിറ്റി ജേക്കബ് 3 പേരെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. ബഹുമാനപ്പെട്ട ഇവാനിയോസ് തിരുമേനി കൗമ പ്രാർത്ഥന നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശീഹ രാജാവേ, നിനക്ക് സ്തുതി. പാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ നിന്നോട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മർത്തോറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരുകറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീബായുടെ പ്രകാശം എൻ്റെ മേൽ ശോഭിപ്പിക്കണമേ. എൻ്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, നീ എൻ്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലം കൈ എൻ്റെ മേൽ വെപ്പാനായിട്ട് എൻ്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹ, എൻ്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എൻ്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമേൻ. അഭിവന്ദ്യ തിരുമേനിയെയും ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരോടൊപ്പം നാം ചൊല്ലിയ പ്രാർത്ഥനകളും ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹപ്രദമാകുവാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ലിൻസി പോൾ പാട്ട് പാടും. കേൾക്കാവോ ആൻറ്റി? കേൾക്കാമല്ലോ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം നായകൻ. 10,000 ശ്രേഷ്ഠനാം അവൻ, സ്തുത്യനാം വന്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം
പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാണിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാണിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. Praise the Lord. ലിൻസി പോളിനെ കുറിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വന്നു എന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ വായിക്കുന്നുണ്ട്. വചനം നമുക്ക് അനുഗ്രഹമാകുവാനും ആത്മാവ് പ്രാപിപ്പാനും ഇടവരുത്തണമേ, സൗഖ്യമാകണമേ, പ്രൊട്ടക്ഷൻ ആകണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നാവിനോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട ടോജോ ബേബി അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പിന്നെ തിരുമേനിയുടെ ആമുഖവാക്കുകൾക്ക് ശേഷം ടോജോ അച്ഛന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. തിരുമേനി ആമുഖവാക്ക് എന്തെങ്കിലും? ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എല്ലാ പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, tomorrow, tomorrow we are going to celebrate the feast of Pentecost, renewal of the Holy Spirit we received through baptism. മാമോദിസയിലൂടെ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൻ്റെ പെരുന്നാളാണ്. ഞാൻ ഇന്ന് രാവിലെ ആരോ എനിക്ക് അയച്ചു തന്നൊരു, എനിക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാമായിരിക്കും. ഈ ഈസോപ്പ് കഥകളിലെ ഒരു കഥയാണ്. അത് പറയുന്നത് നല്ല നല്ല വിഭവം ചേർത്തൊന്നും മോശം വിഭവം ചേർത്ത് രണ്ട് ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞു. അമ്മമാർക്ക് നല്ലപോലെ അറിയാം. നല്ലൊരു ഡിഷ്, നല്ലൊരു കറി, നല്ലൊരു കറിയും പിന്നെ മോശമായൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനുള്ള ഏറ്റവും നല്ല വിഭവം ഏതാണെന്ന് ചോദിച്ചു. അതിൻ്റെ ബുദ്ധിമാനായ ഒരു അടുത്ത മന്ത്രിയുണ്ട്. അത് പുള്ളി എന്തുകൊണ്ടായിരിക്കുന്നു ഡിഷ് ഉണ്ടാക്കിയത്? തൻ്റെ നാവ് കൊണ്ടാണ്. തൻ്റെ നാവ് കൊണ്ട് രണ്ട് ഡിഷ് ഉണ്ടാക്കി. താൻ പറഞ്ഞു, നമ്മുടെ നാവ് നന്മയ്ക്കും കൊള്ളാം, തിന്മയ്ക്കും കൊള്ളാം. പരിശുദ്ധാത്മാവിൻ്റെ നാവിൻ്റെ അധരങ്ങളെ തുറന്ന, അല്ലെങ്കിൽ നാവിൻ്റെ ശക്തിയാൽ അനേകരെ രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൻ്റെ പെരുന്നാൾ. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും രസം പുറപ്പെടുന്നു എന്ന് പറയുന്ന പോലെ, ഓർപ്പിക്കുന്ന പോലെ നമ്മുടെയും ജീവിതയാത്രയിൽ എന്താണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. ഇപ്പം നമ്മൾ നെറ്റി വായിച്ചപ്പോഴത്തേക്ക് കൃത്യമായിട്ട് വായിച്ചു. അവിടെ കൂടി വന്നിരുന്ന എല്ലാവർക്കും ആ സംസാരിച്ച വാക്കുകളെ മനസ്സിലാക്കുന്നതൊക്കെ ഇവിടെ വന്നു. നമ്മൾ തന്നെ സുവിശേഷമായി മാറുന്നതാണ് ആത്മാവിൻ്റെ സംഗീതം, ആത്മാവിൻ്റെ സ്വരം, ആത്മാവിൻ്റെ സംസാരം എന്നുള്ളത് നമ്മൾ തന്നെ സുവിശേഷമായി മാറുന്ന ജീവിതാനുഭവമാണ്. അപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതയാത്രയിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിൻ്റെ പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഞാനും നിങ്ങളും ഓർക്കേണ്ടുന്നത് ഈ പുതുക്കത്തെ ഒന്നുകൂടെ ഒന്ന് പ്രാപിപ്പാൻ, എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവികമായതോ ആത്മീകമായതോ അതോ ലൗകികമായതോ,
ദൈവികമായതാണെങ്കിൽ ഉള്ളിൽ സുവിശേഷമുണ്ടെങ്കിൽ, ഉള്ളിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെയും ദൈവികമായി തീരുവന്നക്കൊണ്ട് ഇവിടെ വരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ അതിലൂടെ അറിയുന്നത്. ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നറിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് ആ വ്യക്തിയിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളെ അല്ല വാക്കുകളെയാണ്. ആത്മാവിൻ്റെ സംസാരത്തെ, ആത്മീയതയുടെ വാക്കുകളെ പുറപ്പെടുവിപ്പാൻ കൊണ്ട് സാധിക്കുന്ന ഒരു ജീവിതാനുഭവം. അതാ ശിഷ്യന്മാർ അന്ന് വരെ വെറും മുക്കുവന്മാരായിരുന്നു. അവർക്ക് അങ്ങനെ വലിയ പരിചിതകളൊന്നുമില്ല. പക്ഷേ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ അവർ സംസാരിച്ച വാക്കുകൾ ലോകത്തെ മുഴുവൻ കീഴ്മേ മറിച്ചു. വെറും മുക്കുവൻ പാവപ്പെട്ട മനുഷ്യരാ, പക്ഷെ അവർ ഈ ലോകത്തെ മുഴുവൻ ഹോൾ വേൾഡ് ചേഞ്ച്ഡ് എ ലോട്ട്, ആൻഡ് then they are ready to sacrifice their life for Christ. ഇതൊരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഇന്നിൻ്റെ ജീവിതയാത്രയിൽ നമുക്കും ഈ പ്രകാരം ആത്മാവിൻ്റെ മക്കളായി, ആത്മീയതയിലൂടെ സുവിശേഷത്തിൻ്റെ വാഹകരായി, ആത്മാവിൻ്റെ മക്കളായി ദൈവികമായി ജീവിപ്പാൻ ഇടവരട്ടെ. പെന്തിക്കോസ്തി പെരുന്നാൾ അവിടെ ജലം തളിക്കപ്പെടുമ്പോൾ, ദൈവമേ എന്നിലും നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ എന്ന പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ, ആ നിർമ്മല ജലത്തിൻ്റെ തളിപ്പോടുകൂടി നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാനും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിപ്പാൻ തക്കോണം സാധിക്കുന്ന ഒരു പെന്തിക്കോസ്തി പെരുന്നാളായി തീരട്ടെ. എല്ലാവർക്കും ആത്മാവിൻ്റെ കൃപകളെ ലഭിപ്പാൻ തക്കോണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന അച്ഛനെ, എലിസബത്ത് ആൻറ്റി, ഷിനി, ഷീന, എല്ലാ റീജിയണൽ സെക്രട്ടറിമാർ, മറ്റ് മെമ്പേഴ്സ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപകളും ലഭിക്കട്ടെ. സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകാത്ത കോണം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുമേനിയുടെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും MMVSന്റെ പേരിൽ, എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട ടോജോ ബേബി അച്ഛനാണ് ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ സംസാരിക്കുന്നത്. ടോജോ അച്ഛനെ എല്ലാവർക്കും പരിചയമുണ്ട്. നമ്മുടെ പല ക്ലാസ്സുകളും പ്രിയപ്പെട്ട അച്ഛൻ എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മോട് ദൈവവചനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അച്ഛന് ഇപ്പോൾ നമ്മുടെ പെൻസിൽവാനിയ, ഡെലാവെയർ വാലി, സെന്റ് ജോൺസ് ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാം എന്ന് സമ്മതിച്ചു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം, സന്തോഷത്തോടെ MMVSന്റെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മുഖങ്ങൾ കണ്ടുകൊണ്ട് പ്രസംഗിക്കുന്നതായിരിക്കും അച്ഛന് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് ഈ സുന്ദരമായ മുഖങ്ങൾ നോക്കി അച്ഛൻ പ്രസംഗിക്കുമ്പോൾ അച്ഛന് അത് നിർഗളം വാക്കുകൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എല്ലാവരും, കഴിവുള്ളിടത്തോളം എല്ലാ ആളുകളും, എനിക്കറിയാം കുറെ പേരൊക്കെ ജോലിയിലാണ്, കുറെ പേർക്ക് അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല, അങ്ങനെയുള്ളവരെയൊക്കെ എനിക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് വീട്ടിലിരിക്കുന്ന ആളുകൾ അവർ കുറെ പേരെങ്കിലും, പിന്നെ ഒരു സ്ക്രീൻ നോക്കുമ്പോൾ കുറെ ആളുകളെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അത് സന്തോഷമായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് ഓൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. മറയ്ക്കുമാർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. അഭ്യുന്ന തിരുമേനി, പ്രിയപ്പെട്ട എബി അച്ഛൻ, കർത്താവിൽ പ്രിയരായ മർത്തമറിയ സമാജത്തിന്റെ അംഗങ്ങളെ, ഒരിക്കൽ കൂടെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനും ദൈവത്തെ സ്തുതിക്കാനും തക്കവണ്ണം ഒരുക്കിയ അവസരത്തിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ പല പ്രാവശ്യം അധ്യക്ഷൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം കൊരിന്ത്യ ലേഖനം പഠിക്കാൻ നേരത്ത് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. 1-2 വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് 1-2 വർഷമായിട്ട് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലും സംബന്ധിക്കുന്നുണ്ട്. ഈ പീരീഡ് നമുക്ക് അല്പം പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ തന്റെ ശ്വാസം അയക്കുന്നവൻ ഭൂമിയുടെ മുഖത്തെ പുതുതാക്കുന്നു. ലെറ്റ്സ് ബി റിന്യൂഡ് ഇൻ ദിസ് സീസൺ. ആത്മാവ് വരുമ്പോൾ ആത്മാവ് നമ്മളെ പുതുതാക്കിക്കൊണ്ടേയിരിക്കണം. പുതിയതായിരിക്കുക എന്നുള്ളത് കൂടെയാണ് ആത്മീയമായിരിക്കുക എന്നതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ,
ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നതും, എന്നാൽ നമ്മളൊക്കെ അല്പം മനഃപൂർവ്വം അതിനെ അഡ്രസ്സ് ചെയ്യാതെ വെച്ചിരിക്കുന്നതുമായ ഒരു സംഗതിയെ പറ്റി നമുക്കൊന്ന് അല്പനേരം ചിന്തിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തും നമ്മുടെ ജീവിത സിറ്റുവേഷനിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഡിസ്ട്രാക്ഷൻ ആൻഡ് ആങ്സൈറ്റി എന്നുള്ളത്. നമ്മള് എല്ലാവരും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ പലരും ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. അവിടെ തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ട് അല്ലെ? ജോലി, മർത്തമറി സമാജം, ജോലിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അതേ സമയത്ത് വചനം കേൾക്കണം. ഇങ്ങനെ നമ്മുടെ ലൈഫ് മുഴുവനും നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ആ ഡിസ്ട്രാക്ഷൻ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുക കൂടെയാണ്. ഇന്ന് നമ്മളൊരു കമ്പയറിങ് കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് ഈ സോഷ്യൽ മീഡിയ അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയുമാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഇടുന്ന റീലിന്റെ കമ്പാരിസണിലാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ പലപ്പോഴും നിശ്ചയിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുന്നു. സ്ത്രീകൾ അതിൽ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. നമ്മൾ രാവിലെ ഒരാൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എന്തുമാത്രം ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, കുഞ്ഞിനെന്താണ് കൊടുത്തുവിടേണ്ടത്, 9:30 മണിക്ക് ജോലി സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്, എന്തായിരിക്കും ബോസ് അവിടെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരാൻ പറ്റുമോ, അത് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാനുള്ള സമയമുണ്ടോ, അടുത്തിടയ്ക്ക് 2 പൗണ്ട് കൂടി. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? ഇങ്ങനെ നമ്മുടെ മൈൻഡില് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള തോട്ട്സ്, ഈ ഫ്രാഗ്മെന്റഡ് തോട്ട്സ് എന്നാണ് ഡിസ്ട്രാക്ഷനെ പലപ്പോഴും അതിനെ ഒത്തിരി ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു ഈസ്റ്റേൺ തോട്ട് കൂടെയാണ്. ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വരുന്ന മങ്കി മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. മങ്കി മൈൻഡ് എന്ന് പറയുമ്പോൾ വാക്കിനകത്ത് തന്നെ അതിന്റെ ഒരു അർത്ഥമുണ്ട്. ഈ മങ്കി, കുരങ്ങന്മാരെ നിരീക്ഷിക്കുന്നവരല്ലേ, കുരങ്ങ് ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ മങ്കി മൈൻഡിനെ പറ്റി പറയുമ്പം ദ ഹ്യൂമൻ മൈൻഡ് ഈസ് എ ഡ്രങ്കൻ മങ്കി എന്നാ പറയുന്നത്. സാധാരണ മങ്കി ചാടിക്കൊണ്ടിരിക്കുന്നത് പോലെയല്ല, ഒരു ഡ്രങ്കൻ മങ്കി എങ്ങനെയാണ് ഒരു ശാഖയിൽ നിന്ന് മറ്റു ശാഖയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെടുക്കുന്നു, മറ്റൊന്നെടുക്കുന്നു, അവിടെ അതിൽ നിന്നും വേറെ ഒന്നിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇതാണ് മനുഷ്യന്റെ മനസ്സ് എന്നാണ് ബുദ്ധിസ്റ്റ് ചിന്താഗതി പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ദാറ്റ്സ് എ കെമിക്കൽ ഡിപ്പെൻഡൻസി ഓഫ് അവർ ബ്രെയിൻ. നമുക്ക് എപ്പോഴും ഈ പുതിയത് അല്ലെങ്കിൽ വ്യത്യസ്തമായത് വേണം. അത് നമ്മുടെ മനസ്സ്, അത് ഈ ഡോപ്പമിൻ എഫക്റ്റുമായിട്ട് ചേർന്ന് വരുന്ന ഒരു സംഗതിയാണ്. ഈ പുതിയത് കിട്ടാൻ വേണ്ടി നമ്മൾ പുതിയ അനുഭവം, പുതിയ സംഗതികൾ, അത് വ്യത്യസ്തമായ സംഗതികൾ, അതിനുവേണ്ടി മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. ഇത് അതിനോട് തുല്യമായ ഒരു ചിന്താഗതി ഗ്രീക്ക് ഓർത്തഡോക്സ് ചിന്താഗതിയിലുമുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് പിതാക്കന്മാർ അതിനെ വിളിക്കുന്നത് ലോഗിസ്മോയി എന്നുള്ളതാണ്. ലോഗിസ്മോയി എന്ന് പറഞ്ഞാൽ ചെയിൻ ഓഫ് തോട്ട്സ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചെയിൻ ഓഫ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അത് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇമേജ് ആൻഡ് ഇമാജിനേഷൻ എന്നുള്ളതാണ്. എന്തിൻ്റെയൊക്കെ ഇമേജ് ആണോ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ ഇമേജുകളെല്ലാം ഇമാജിനേഷനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. എന്തിനെയൊക്കെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനെ എന്റർടൈൻ ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ പെരുകിക്കൊണ്ടേയിരിക്കും അല്ലെ? അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ട്രെയിൻ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിൻ പാളത്തിലൂടെ പോകുന്നിടത്തോളം നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ആ ട്രെയിനകത്തേക്ക് കയറുക എന്നുള്ളതാണ് ഈ മങ്കി മൈൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ചിന്തയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മളതിനെ എന്റർടൈൻ ചെയ്യിക്കുക, അതിനെ നമ്മളങ്ങനെ അത് ഒരു പൊരുന്നെ ഇരുത്തി അതിനെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകുന്നതും. മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പം
വി ആർ ഓൾവേസ് ഇൻ ആൻ ആങ്ഷ്യസ് സ്റ്റേറ്റ് അല്ലെ. ഡിസ്ട്രാക്ഷനും ആങ്സൈറ്റി അത് രണ്ടും നമ്മുടെ ഒരു അനുദിന ജീവിതത്തിലെ ഒരു പ്രോബ്ലമാണ്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പലപ്പോഴും അതിനെ സൈക്കോളജിക്കലായിട്ടൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഇൻവിസിബിൾ ലോഡ് ഓഫ് തോട്ട്സുമായിട്ടാണ്. ഇൻവിസിബിൾ ലോഡുണ്ട് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ. അത് നമ്മുടെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ചെയ്യേണ്ടതും ചെയ്യാത്തതുമായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ലോഡായിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മൾ ഈ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ തെഫ്റ്റ് ഓഫ് പ്രസൻസ് എന്ന് പറയും. നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണ്, പക്ഷെ നമ്മൾ അവിടെ ആയിരിക്കത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കത്തില്ല. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിനകത്താണ് നമ്മുടെ ചുറ്റും ഇരുന്നവർ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് നമ്മൾ കേട്ടെന്ന് വരത്തില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സ്ഥിരമായ അനുഭവങ്ങളാണ്. ഡിസ്ട്രാക്ഷന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ക്രിസ്തു ഈ ഡിസ്ട്രാക്ഷനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അല്ലെ. ഡിസ്ട്രാക്ഷനും ആങ്സൈറ്റിയും ഞാൻ പറഞ്ഞ എല്ലാ കാലത്തും ഉള്ളതാണ്. കാരണം യേശുക്രിസ്തുവിന്റെ സമകാലിക ജീവിതം എന്ന് പറയുന്നത് വളരെ കൃഷി ഉപജീവനമായിട്ട് ജീവിച്ച ഒരു മനുഷ്യരുടെ കൂട്ടത്തിലാണ്, ഒരു സമൂഹത്തിലാണ് ക്രിസ്തു ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ ആങ്സൈറ്റി എന്ന് പറയുന്നത് ദ ഡെയിലി ബ്രെഡ് എന്നുള്ളതാണ്. അനുദിന ജീവിതത്തിൽ ഉള്ള ആഹാരം കിട്ടുക എന്നുള്ളത്. അതിന് ക്രിസ്തു വളരെ സ്പിരിച്വലായിട്ട് നന്നായിട്ട് അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തു ഈ ഒരു ഡിസ്ട്രാക്റ്റഡ് മൈൻഡിനെ ആങ്സൈറ്റിയെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് ക്രിസ്തു ചെല്ലുന്നതും അവിടെ വെച്ച് മാർത്തയുമായിട്ടുണ്ടാകുന്ന ആ സംഭാഷണവും അതിനെ എടുത്തുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രാക്ഷനെ മാർത്ത സിൻഡ്രോം എന്നാണ് വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് തന്നെ. നമുക്കറിയാം മാർത്ത അവിടെ എങ്ങനെ ക്രിസ്തുവിന് നല്ല രീതിയിലൊരു ഭക്ഷണം കൊടുത്ത് നല്ലൊരു ഹോസ്റ്റായിട്ട് മാറാം എന്നുള്ളതാണ് മാർത്തയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ മാർത്തയുടെ ഒരു കയ്യിൽ ഒരു പാത്രമുണ്ട്, ഒരു കയ്യിൽ അടുപ്പ് കത്തിക്കണം, ഒരു കയ്യിൽ കറികൾ കരിയണം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ മറിയ കർത്താവിന്റെ കാൽക്കലിരുന്ന് കർത്താവ് പറയുന്നത് കേൾക്കുകയാണ്. അവിടെ അന്നേരം മാർത്തയും മറിയയും തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കണം. മാർത്ത പെട്ടെന്ന് മറിയയോട് ദേഷ്യം പിടിക്കുകയാണ്. ഈ ഡിസ്ട്രാക്റ്റഡ് മൈൻഡിന്റെ ഒരു പ്രത്യേകത, ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് മേക്ക് അവർ സെൽഫ് ആംഗ്രി ഓർ റിസെൻഫുൾ. അത് നമ്മൾ വീടുകളിൽ ഭാര്യാഭർത്ത ബന്ധത്തിൽ നമുക്ക് തോന്നും. ഭർത്താവ് ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് വാർത്തയൊക്കെ കേട്ടുകൊണ്ട് കൗച്ചിൽ ഇങ്ങനെ വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഈ ഡിസ്ട്രാക്റ്റഡ് വൈഫ് അടുക്കളയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന പല കാര്യങ്ങളെ പറ്റിയാണ് ചിന്ത. പെട്ടെന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യം ഉണ്ടാവും. കാരണം നമ്മൾ ഈ ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് ഉള്ളവര് ഈസി ആയിട്ടിരിക്കുന്ന റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നവർക്കെതിരെ പെട്ടെന്ന് ദേഷ്യപ്പെടും. അത് തന്നെയാണ് മാർത്ത അവിടെ കാണിക്കുന്നത് അല്ലെ. അങ്ങനെ റിസെൻഫുൾ ആയിട്ട് മാത്രമല്ല, മാർത്ത കർത്താവിനെ അക്യൂസ് ചെയ്യും കൂടെയാണ്. നിന്റെ കാൽക്കൽ അവൾ ഇരിക്കുന്നു, അവളോട് നീ ഒന്ന് പറ, എന്നെ ഒന്ന് സഹായിക്കാൻ. അതാണ് മാർത്തയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അന്നേരം ഈ റിസെൻഫുള്ളും അക്യൂസിങ് നേച്ചറും ഒക്കെ ഈ ഡിസ്ട്രാക്ഷന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അവിടെ വേദഭാഗത്തിന്റെ അവസാനം മാർത്തയോട് കർത്താവ് പറയുന്നത്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു അല്ലെ. വിചാരപ്പെട്ടും കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ മറിയ അതല്ല. മറിയ തെരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല അംശമാണ് തെരഞ്ഞെടുക്കുന്നത്. അവിടെ പറഞ്ഞത് അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. അതാണ് ഇവിടെ ഈ പലതിനെ പറ്റി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. ഈ വിചാരപ്പെടുക എന്ന വാക്ക് കർത്താവ് പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഇത് ഈ ഭാഗത്തെ നമുക്ക് വിശുദ്ധ മത്തായിയുടെ ഗിരിപ്രഭാഷണത്തില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് റീഡ് ചെയ്യാനായിട്ടും കൂടെ പറ്റും. 6-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള ഭാഗങ്ങളാണല്ലോ അവിടെ.
എന്തിനെ പറ്റിയാണ് വിചാരപ്പെടുന്നത്? നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തിനോട് ഒരു മുഴം കൂട്ടുവാനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ എന്ന് കർത്താവ് അല്പം വഴക്ക് പറയുന്ന രീതിയിലാണ് കർത്താവ് അവിടെ പറയുന്നത്. എന്നിട്ട് അതിന്റെ ഏറ്റവും അവസാനം അതിന്റെ ഒരു സൊല്യൂഷൻ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഈ വിചാരപ്പെടരുത് എന്ന വാക്കിൽ നിന്നാണ് ഈ 6-ാം അധ്യായത്തിലെ ആ ഒരു ഉപദേശം തുടങ്ങുന്നത് തന്നെ. ഈ വിചാരപ്പെടുക എന്നുള്ളത് ആങ്ഷ്യസ്, വൈ ആർ യു ബീയിങ് ആങ്ഷ്യസ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. ഈ ആങ്സൈറ്റി എന്നുള്ള വാക്കാണ് വിചാരപ്പെടുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ ആ ഗ്രീക്ക് ഭാഷയിലെ വാക്കിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ മെറിംനോ എന്നുള്ള മെറിംനോ എന്ന വാക്ക് ആണ് ഈ ആങ്സൈറ്റിയുടെ ഗ്രീക്ക് വാക്കെന്ന് പറയുന്നത്. ഈ മെറിംനോയുടെ ഒരു വാചിക അർത്ഥം അതിനെ ഒന്ന് ഇച്ചിരി ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്തിന് ഡിവൈഡഡ് മൈൻഡായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മെറിംനോ എന്ന വാക്കിന്റെ അർത്ഥം ടു ബി ഡിവൈഡഡ് എന്നാണ്. ടു ബി ആങ്ഷ്യസ് മീൻസ് ടു ബി ഡിവൈഡഡ്. ചിന്തയെ പലതായിട്ട് മുറിക്കുക, അതാണ് ആങ്ഷ്യസ് എന്ന് പറയുന്നത്. അതുകൊണ്ടായി ഡിസ്ട്രാക്ഷൻ ആങ്സൈറ്റിയും തമ്മിലുള്ള കണക്ഷൻ അത്രയും ഇരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലെ വാക്കുകളൊക്കെ എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ അതിന്റെ റൂട്ട് മീനിങ്ങിൽ അതിന്റെ റൂട്ട് കോസിനെ തന്നെ അഡ്രസ് ചെയ്യുന്നതാണ്. അന്നേരം ആങ്ഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഫ്രാഗ്മെന്റഡ് ആയിട്ടിരിക്കുക, നമ്മുടെ ചിന്ത പലതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഡിജിറ്റൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ടാബ് ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു 50 ടാബ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ 50 ടാബും ഒരേ സമയത്ത് ഇന്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ്. തൽഫലമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഹാങ് ആവും, സ്റ്റക്കായി പോകും. ഇത് തന്നെയാണ് ഈ ഫ്രാഗ്മെന്റഡ് മൈൻഡിൽ മനുഷ്യന് സംഭവിക്കുന്നത്. നമ്മുടെ ചിന്തകൾ പലതായി പോകുമ്പോൾ മാർത്ത അവിടെ ചിന്തിക്കുന്നത് എങ്ങനെ ഹൗ ടു ബി ഗുഡ് എന്നുള്ളതല്ല, ഹൗ ടു ബി എക്സെപ്ഷണൽ എന്നുള്ള രീതിയിലാണ്. വളരെ എക്സെപ്ഷണൽ ആയിട്ട് ക്രിസ്തുവിനെ എങ്ങനെ ഒരു സദ്യ ഒരുക്കാം, ഒരു വിരുന്നൊരുക്കാം, ക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ എക്സെപ്ഷണൽ ആകാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ എസെൻഷ്യൽ ആയതിനെ മറന്നു പോകുന്നു എന്നുള്ളതാണ് മാർത്തയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നം. കർത്താവിന്റെ സാന്നിധ്യം അവളവിടെ മറന്നു പോകുന്നു. ഇല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത് നമ്മൾ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഗോസ്റ്റ് ഇൻ ദ റൂം ആയി പോകും. ഈ ഗോസ്റ്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലം ആണ്. നമ്മളെപ്പോഴും നമ്മുടെ പ്രസൻസ്, നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് മറ്റുള്ളവർ മറന്നു പോകും. അതിനെ ഗോസ്റ്റ് ഇൻ ദ റൂം എന്ന് പറയും. അന്നേരം ക്രൈസ്റ്റ് ബിക്കം എ ഗോസ്റ്റ് ഇൻ ദ റൂം ഫോർ മാർത്തയുടെ ഈ വിചാരപ്പെടലിനിടയ്ക്ക് ഇങ്ങനെ മനസ്സിനകത്ത് പലതരം ഫ്രാഗ്മെന്റഡ് തോട്ട്സ് വരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിനെയാണ് വിചാരപ്പെടുക മെറിംനോ, ഡിവൈഡഡ് ആകുക, മനസ്സ് ഡിവൈഡഡ് ആകുക. അത് നമുക്കറിയാം, നമുക്കത് പെട്ടെന്ന് നമ്മളെ എക്സോസ്റ്റഡ് ആക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ എക്സോഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഊർജം തീർന്നു പോകുന്ന അവസ്ഥ. അതാണ് മാർത്തയ്ക്കുണ്ടാകുന്നത്. മാർത്തയോട് പറയുന്നത് ഒന്ന് മതി എന്നാണ് പറയുന്നത്. ആ ഒന്നിനെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഇതേപോലെ ഉള്ള വേറൊരു സിറ്റുവേഷനിലൂടെ നമുക്കൊന്ന് പോകാം. അത് വിശുദ്ധ മത്തായിയുടെ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ഇത് വേറൊരു സംഭവമുണ്ട്. അല്ല, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായമാണല്ലോ മാർത്തയുടെ സംഭവം. അതിനെ നമ്മൾ നമുക്കത് കണക്ട് ചെയ്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ വേറൊരു സംഭവമായിട്ട് കണക്ട് ചെയ്യാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തില് അവിടെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരെ പടകിൽ മുന്നമേ കയറ്റി വിടും. അതിനുശേഷം കർത്താവില്ലാതെ ശിഷ്യന്മാർ പോകുന്ന സമയത്ത് പടക് കാറ്റുണ്ടായി. ആ സമയത്താണ് കർത്താവ് കടലിന്മേലെ നടന്നു വരുന്നതും പത്രോസ് കടലിൽ ഇറങ്ങി നടക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു സിറ്റുവേഷനെയും ഈ മാർത്തയുടെ ആ ടെക്സ്റ്റിനെയും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചു
കഴിഞ്ഞാൽ ഈ ഈ ഡിസ്ട്രാക്ഷനും ആങ്സൈറ്റിക്കും ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതലുള്ള ഭാഗമാണ്. 28 അന്നേരം അവിടെ കർത്താവാണ് എന്ന് പത്രോസ്ലിഹ മനസ്സിലാക്കുന്നു. അപ്പോൾ പത്രോസിന്റെ ആഗ്രഹം കർത്താവ് നടക്കുന്നത് പോലെ വെള്ളത്തിന്മീതെ നടക്കണം. അപ്പോൾ കർത്താവ് അവനെ സ്നേഹപൂർവ്വം കം ഔട്ട് എന്നാണ് വിളിക്കുന്നത്, നീ നടന്നു വാ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോൾ പത്രോസിന് ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ഇറങ്ങി നടക്കാനായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. അന്നേരം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പത്രോസ് പതിയെ കാലെടുത്ത് വെള്ളത്തിന്റെ മുകളിലോട്ട് വെച്ചു. 1-2 സ്റ്റെപ്പുകൾ വെച്ചു എന്ന് തന്നെ വിചാരിക്കുക. പെട്ടെന്ന് പത്രോസിന്റെ ദൃഷ്ടി മാറിപ്പോയി. കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചത്, വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവന്റെ നോട്ടം ചുറ്റുപാടിലേക്ക് മാറിയപ്പം അവിടെ തിരകളും കാറ്റും കണ്ടു. അപ്പോൾ അവിടെയാണ് അവന്റെ കാല് താഴാനായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഈ മാർത്തയുമായിട്ട് ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഡിസ്ട്രാക്റ്റഡ് മൈൻഡിന്റെ ഒരു ഉത്തരം നമുക്ക് അവിടെ കണ്ടിട്ടും. വൈ വി ആർ ബിക്കമിങ് ഡിസ്ട്രാക്റ്റഡ് ആൻഡ് വൈ ആർ ബിക്കമിങ് ആങ്ഷ്യസ്. നമ്മൾ കർത്താവിന്റെ മുഖത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. അവിടെ കാറ്റുണ്ട്, തിരയുണ്ട്. അത് കർത്താവ് നീ ഇറങ്ങി നടന്നു വാ എന്ന് പറയുന്നിടത്ത് തിരയും കാറ്റും എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ പത്രോസ് അതിനെ അവിടെ കാണുന്നില്ല. പത്രോസ് അതിലേക്ക് നോക്കുമ്പോഴാണ് അതിനെ കാണുന്നത്. കണ്ട് അതിലേക്ക് നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിന് വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് അവന് നഷ്ടപ്പെട്ടു പോകുന്നു. വെള്ളത്തിൽ നടക്കാൻ തുടങ്ങി അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് ഈ വൺ തിങ്, മാർത്തയോട് പറയുന്ന വൺ തിങ്ങും ഒന്ന് മതി എന്ന് പറയുന്ന കർത്താവിന്റെ ആ വചനത്തെയും ഇതും കൂടെ ഈ പത്രോസിനോട് പറയുന്ന ഇതും കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ വൺ തിങ്? അന്നേരം ആ വൺ തിങ് ആണ് മേരി അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ പാദപീഠത്തിലിരിക്കുക, അവന്റെ പ്രസൻസിനെ മനസ്സിലാക്കുക. ആ വൺ തിങ് തന്നെയാണ് പീറ്റർ ഇവിടെ മനസ്സിലാക്കുന്നതും. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ വെള്ളത്തിന്റെ മുകളിലും നടക്കാൻ കഴിയും. തിരയും കാറ്റും എല്ലാം അവിടെ ഉണ്ടായിരിക്കും, ഈ ഡിസ്ട്രാക്ഷൻസും ആങ്സൈറ്റി എല്ലാം അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ഈ തിരയുടെയും കാറ്റിന്റെയൊക്കെ മുകളിലേക്ക് നടക്കാനായിട്ട് കഴിയും. പക്ഷേ എപ്പോ നമ്മൾ കർത്താവിന്റെ മുഖത്ത് നിന്ന് മാറിയിട്ട് ഈ തിരകളിലേക്ക് നോക്കുന്നോ, ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നോ, ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ചലഞ്ചസിലേക്ക് മാത്രം നമ്മുടെ ദൃഷ്ടി പതിയുന്നു, ആ സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് നശിക്കും. ഈ ആങ്സൈറ്റി നമ്മളെ കീഴടക്കും, നമ്മൾ സിങ്ക് ചെയ്യാനായിട്ട് തോന്നും. അവിടെ ആ സംഭവം അവസാനിക്കുന്ന ആ സീന് കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലെ. അവിടെ കർത്താവ് ഉടനെ അവനോട് പത്രോസിന്റെ ഒരു തല്ല് കൊടുത്തിട്ട് നീ എന്താ വിശ്വസിക്കാതെ എന്നല്ല ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ ബി കോൺഫിഡന്റ് ആൻഡ് ട്രൈ അഗെയിൻ എന്നും അല്ല പറയുന്നത്. നീട്ടി അവന്റെ കൈ പിടിച്ചു എന്നാ പറയുന്നത്. യേശു തമ്പുരാൻ കൈ നീട്ടി അവന്റെ കൈ പിടിച്ചു അല്ലെ. അതൊരു വലിയൊരു സ്വാന്തനമാണ്. പോകുന്ന മനുഷ്യന്റെ നേരെ കൈ നീട്ടി അവനെ പിടിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്നാ ചോദിക്കുന്നത് അല്ലെ. ഈ സംശയം എന്ന വാക്കിന്റെയും ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം ബീയിങ് ഡബിൾ മൈൻഡഡ് എന്ന. നമ്മൾ അവിടെ ആങ്സൈറ്റിക്ക് വിചാരപ്പെടലിന് പറഞ്ഞ മെറിംനോ എന്ന വാക്കിന് മൾട്ടിപ്പിൾ ഡിവൈഡഡ് മൈൻഡ് എന്നാണ് അർത്ഥം അവിടെയെങ്കിൽ, ഇവിടെ ഈ സംശയം എന്ന് പറയുന്നത് വാക്കിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ബീയിങ് ഡബിൾ മൈൻഡഡ്. വൈ ആർ യു ബീയിങ് ഡബിൾ മൈൻഡഡ് എന്നാണ് ചോദിക്കുന്നത്. അതിനെ നമ്മൾ ഭാഷാപരമായിട്ട് തർജ്ജമ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നീ സംശയിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നീ സംശയിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നത് വൈ ആർ യു ബീയിങ് ഡബിൾ മൈൻഡഡ് എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഈ വിചാരം രണ്ടാകുന്നിടത്താണ് മുങ്ങാനായിട്ട് തുടങ്ങുന്നത്. അന്നേരം വിചാരം ഒന്നായിട്ടിരിക്കുക. അതും മാർത്തയും കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ചാൽ, മാർത്തയോട് കർത്താവ് പറയുന്നു നീ ഇതൊക്കെ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. നീ ഇതൊക്കെ ചെയ്യുമ്പോൾ സിംഗിൾ മൈൻഡഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ടു ബി വൺ തിങ്ങിനെ പറ്റി ചിന്തിക്കുക.
വൺ തിങ് എന്ന് പറയുന്നത് ടു ബി യൂണിഫൈഡ് എന്നുകൂടെ അർത്ഥമുണ്ട്. അന്നേരം പത്രോസിനോട് പറയുന്നത് അത് തന്നെയാണ്, നീ എന്തിനാണ് ഈ ഡബിൾ മൈൻഡഡ് ആകുന്നത്. എന്നിട്ട് പത്രോസിനെ കൈ പിടിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് പടകിലേക്ക് കയറി എന്ന് വായിക്കുന്നിടത്താണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. അന്നേരം ഈ കർത്താവിനെയും കൈ പിടിച്ച് ഒരുമിച്ച് പടകിലേക്ക് കയറുന്നിടത്താണ് പീറ്റർ റീഗെയിനിങ് ഹിസ് കോൺഫിഡൻസ്, അല്ലെ, അവന്റെ ജീവിതത്തിന്റെ കോൺഫിഡൻസും അവന്റെ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരുന്നത്. അന്നേരം മാർത്തയോട് പറയുന്ന വൺ മൈൻഡ് അല്ലെ വൺ തിങ് എന്ന് പറയുന്നത് ഈ പീറ്ററിന്റെ മുമ്പിൽ കർത്താവ് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അന്നേരം ആ വൺ തിങ്ങിനെ പറ്റി തന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കുമെന്ന് പറയുന്നു. അന്നേരം ഈ ഡിസ്ട്രാക്ഷനും ആങ്സൈറ്റിയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ലൈഫും ഫാമിലി ലൈഫും സ്പിരിച്വൽ ലൈഫും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിൽ ഇത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചലഞ്ചാണ്. ആൻസർ ഒന്നേ ഉള്ളൂ, ടു ബി യൂണിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. വൺ തിങ്, മാർത്തയോട് പറയുന്ന വൺ തിങ്, അത് പത്രോസിനോട് കൈപിടിച്ച് പത്രോസിനെ, നിന്റെ ദൃഷ്ടി എവിടെയാണെന്ന് നീ നോക്കുക, നീ എന്നെ നോക്കിയിട്ടാണ് ഈ കടലിലേക്ക് ഇറങ്ങിയത്, അല്ലെ, നമ്മൾ കർത്താവിനെ നോക്കിയിട്ട് പല കടലിലേക്കും നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ കടലിൽ ഇറങ്ങി കഴിയുമ്പം നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് പോയിട്ട് തിരയിലേക്കും കാറ്റിലേക്കും ഒക്കെ ആയി പോകും. അപ്പോൾ ആ തിരയിലേക്കും കാറ്റിലേക്കും പോകുന്ന നോട്ടത്തെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. കർത്താവിലേക്ക് നോക്കാൻ, അവന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് കഴിയുക. അങ്ങനെ അവന്റെ മുഖത്തേക്ക് നോക്കാനും അവന്റെ കൈ പിടിച്ച് ഒരുമിച്ച് പടകിലേക്ക് കയറുക. ആ പടകിനെ ജീവിതമായിട്ടൊക്കെ ഒന്ന് സാദൃശ്യപ്പെടുത്തിയാക്കാൻ മതി, അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുങ്ങിപ്പോകുന്ന ഇടങ്ങളിൽ നിന്ന് കർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ച് ആ പടകിലേക്ക് കയറുക. അതാണ് ഈ 3 ടെക്സ്റ്റുകൾ ഒരുമിച്ച് എടുത്ത് നമ്മൾ ഈ ഡിസ്ട്രാക്റ്റഡ് മൈൻഡിനെയും ആങ്സൈറ്റിയെയും ഒന്ന് ഫേസ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചത്. ഇതൊരു എന്താ പറയുക, ചിതറിയ ചിന്തകളാണ്, പ്രിലിമിനറി തോട്ട്സ് ആണ്. നമ്മൾ തന്നെ ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ 3 വേദഭാഗങ്ങളോട് ഒരുമിച്ച് വായിച്ചിട്ട് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഉത്തരം കിട്ടും. എങ്ങനെ എൻ്റെ ആങ്സൈറ്റി എനിക്ക് മാറ്റാനായിട്ട് കഴിയും, എങ്ങനെ ഞാൻ ഈ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നിടത്തുനിന്ന് ഈ ഡിവൈഡഡ് മൈൻഡ് ആയിട്ടിരിക്കുന്നത് എനിക്ക് മാറാനായിട്ട് കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം മാർത്തയുടെ സംഭവം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം പത്രോസും കർത്താവും തമ്മിലുള്ള, അല്ലെങ്കിൽ പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുന്നത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗം. ഇവിടെയെല്ലാം ഡിവൈഡഡ് മൈൻഡ് ആൻഡ് ആങ്സൈറ്റി എന്നുള്ളതാണ് ഇവിടെ എല്ലാം വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ആ ഡിവൈഡഡ് മൈൻഡിനെ എങ്ങനെയാണ് ക്രൈസ്റ്റ് അഡ്രസ് ചെയ്യുന്നത്, ഡിവൈഡഡ് മൈൻഡിനെ ഓവർകം ചെയ്യാനായിട്ട് എന്താണ് ഈ ഭാഗങ്ങളിലൂടെ ക്രിസ്തു സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതാണ് ഇത് ഒരു ചിന്തയുടെ ഒരു ചെറിയ വിത്തായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധ എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനോട് ചേർന്ന് വരുന്നതാണ് ഡിസ്ട്രാക്ഷൻ. അച്ഛൻ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ നമ്മളെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച പക്ഷെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ ഹബീബ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള ഡിസ്ട്രാക്ഷനെ കുറിച്ചുള്ളൊരു കോട്ട്. അദ്ദേഹം പറയുന്നത്, തിങ്കിങ് ഈസ് ഗുഡ്, ബട്ട് ടു മച്ച് തിങ്കിങ് ലീഡ്സ് ടു ഡിസ്ട്രാക്ഷൻ. ചിന്തിക്കുന്നത് നല്ലതാണ്. മലയാളത്തിൽ നമ്മൾ പലപ്പോഴും പറയും, ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, പള്ളിയിൽ ചെന്ന് വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധ കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല. പല കാര്യങ്ങളിലും നമ്മൾ അശ്രദ്ധരായി, ശ്രദ്ധയില്ലാതെ പോകുന്നു. കുഞ്ഞുങ്ങളോട് നമ്മൾ എപ്പോഴും പറയുന്നത്, സ്കൂളിൽ പോയാൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന് പറയും.
ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പഠിക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാം. അതുകൊണ്ട് എങ്ങനെയാ ഒരു പിൻ പോയിന്റ് ചെയ്ത് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക? ഐ തിങ്ക് ദാറ്റ്സ് എ പ്രാക്ടീസ്. ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ശ്രദ്ധ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് ചില പ്രാക്ടിക്കൽ വേസ് ഓഫ് ഡൂയിങ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരിടത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളെ കൊണ്ടുപോവുക, ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളും ഉണ്ട് ഈ ലോകത്ത്. ഞാൻ അത് കണ്ടിട്ടുള്ള ഒരാളാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്, ഏറ്റവും അടുത്ത് പോയി നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വരും. ചെവിയിലൊരു ഫോൺ ഉണ്ടാവും, കയ്യിലിരിക്കുന്ന ആപ്ലിക്കേഷൻ വായിക്കും, അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കും. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാനാണെങ്കിൽ ചെവിയിൽ ഫോൺ ഉണ്ട്, വായിക്കുന്നത് തെറ്റിപ്പോവും, അടുത്ത് നിൽക്കുന്ന ആളിനെ കാണത്തില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് അങ്ങനെ പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള ത്രാണിയൊന്നുമില്ല. വി വിൽ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരേ സമയം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ചിലയിടത്ത് വിജയങ്ങളൊക്കെ നേടാൻ സാധിക്കും. എൻ്റെ ആ വാക്കുകൾ കണക്ട് ചെയ്ത് പലയിടങ്ങളിലും മാർത്തയുടെ ജീവിതത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സാധാരണ ഉള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒക്കെ അച്ഛൻ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിലേക്ക്, അതിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്ന ദിവസങ്ങളാണ്. നമ്മൾ കാത്തിരിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി, ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം. ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരനുഭവമാണ് ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത്. അതാണ് ഞായറാഴ്ച ദിവസം പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മളെല്ലാവരിലും ഉണ്ടാകട്ടെ, നമ്മളെല്ലാം ബലപ്പെടുത്തട്ടെ, സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോജോ ബേബി അച്ഛനോട് എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ MMVSന്റെ ആനുവൽ കോൺഫറൻസ് ഈ വർഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡേറ്റുകൾ എല്ലാവർക്കും അറിയാം. അതിന്റെ രജിസ്ട്രേഷൻ ഫോം എത്രയും വേഗം നമുക്ക് ഇപ്പോൾ ലഭിക്കും. അതനുസരിച്ച് കിട്ടുന്ന മുറയ്ക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ രജിസ്ട്രേഷൻസ് നിങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോട്ടൽ ബുക്കിങ്ങിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ ഡേറ്റുകളെല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം എല്ലാ ആളുകളും അതിൽ വന്ന് സംബന്ധിക്കണം. കാലിഫോർണിയ നമ്മുടെ LA ചേർച്ച് അതിനുവേണ്ടി, ആ റീജിയനും ആ പള്ളിയും ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരെയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സാന്നിധ്യമാണ് അതിന്റെ വിജയം. അതുകൊണ്ട് നമ്മൾ അവിടെ വരിക എന്നുള്ളതാണ് അത് വിജയിപ്പിക്കാൻ ഉള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക, ഇത് മൂന്നും നമ്മൾ ഒരുപോലെ ചെയ്യുക. പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അതിന്റെ പിന്നിൽ ആവശ്യമുണ്ട്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും കടന്നു വരാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അതിനുവേണ്ടി പ്രത്യേകമായ താല്പര്യം ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം. ബഹുമാനപ്പെട്ട ജോജോ ബേബി അച്ഛനിൽ കൂടി, ബഹുമാനപ്പെട്ട ഇബി എബ്രഹാം അച്ഛനിൽ കൂടി, അഭിവന്ദ തിരുമേനിൽ കൂടി നമുക്ക് വേണ്ട സന്ദേശങ്ങൾ തമ്പുരാൻ തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛനും തിരുമേനിക്കും എല്ലാം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ബ്ലെസ്സിങ്സ് കിട്ടുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മുടെ കണ്ണുകൾ കർത്താവിന്റെ മുഖത്ത് നിന്ന് ബ്ലെസ്സിങ്സിലേക്ക് പോയാലും പ്രതിസന്ധിയിലേക്ക് പോയാലും ഈ ഡിസ്ട്രാക്ഷനും ആങ്സൈറ്റിയിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് അനുഭവത്തിൽ അറിയാവുന്നതാണെങ്കിലും തമ്പുരാനെ ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങളിൽ നിന്നും കൂടെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും കൂടി ഞങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ മുഖത്ത് നിന്ന് കണ്ണു മാറ്റാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും എല്ലാവരും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ജോജോ ബേബി അച്ഛന്റെ പ്രവർത്തനങ്ങളെയും കുടുംബത്തെയും, ബേബി എബ്രഹാം അച്ഛന്റെ കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും, തിരുമേനിയുടെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. അഭിവന്ദ്യ തിരുമേനിയുടെയും വന്യ അച്ഛന്മാരുടെയും നേതൃത്വത്തിൽ ഈ കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഏതാണ്ട് 80-ൽ പരം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ശക്തി വെളിപ്പെടുത്തണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ടും നമ്മെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. പരിശുദ്ധ ബാവ തിരുമേനിയെ സമർപ്പിക്കുന്നു. സഭയെ നയിച്ചുകൊണ്ടുപോകാനുള്ള പരിശുദ്ധാത്മശക്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ സഭാ നേതാക്കളെയും ഒരുമിച്ച് ദേവസന്നിധി സമർപ്പിക്കുന്നു. അഭിവന്യമ്മ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ എബ്രഹാം അച്ഛന് നാട്ടിലെല്ലാം പോയിട്ട് ക്ഷേമത്തോടെ വരാൻ സാധിച്ചു. അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഇവിടെ പ്രാർത്ഥന നടത്താൻ സാധിച്ച എല്ലാ ബഹുമാനപ്പെട്ടവരിക്കുന്നു. അച്ഛന്മാര്, മർത്തോറിയം സമാജം ഭാരവാഹികള്, സെമിനറിയൻസ്, ഹോൾസ് ബോയ്സ്, ഓരോ ഇടവകയുടെയും ചാർജ് വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാര്, ഇടവക പള്ളിയാണ് സമർപ്പിക്കുന്നു. ഇന്നിപ്പോ പ്രത്യേകമായിട്ട് സെയിന്റ് ഗ്രിഗോറിയസ് മിനസോട്ട അതിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്ന് വരെ ആ ചർച്ചിന്റെ എല്ലാ ഇപ്പോൾ അതിനൊക്കെ ഈ പുതിയ ബ്ലസ്സിങ്ങിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടവരെയും അതിലെ സപ്പോർട്ട് ചെയ്തു വന്ന പ്രിയപ്പെട്ടവരെയും ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. നാളെയും മറ്റന്നാളുമായിട്ട് അവർക്ക് ബ്ലസ്സിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവസാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ബർത്ത്ഡേസ് ആയിരുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സിക്കായിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. അഭിഷിക്തരെയും അൽമായരെയും സമർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ പ്രാർത്ഥന തുടങ്ങിയ കാലം മുതലുള്ള എല്ലാ റിക്വസ്റ്റുകളും, എല്ലാവരുടെയും അപേക്ഷകൾ, ഇപ്പോൾ തലകൾ വണക്കിയിരിക്കുന്ന മക്കളുടെ മനസ്സിലുള്ള അപേക്ഷകളും ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ പിതാക്കന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് നാം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുമ്പോഴും ബാക്കിയെല്ലാം നമുക്ക് വന്നു ചേർന്നുകൊള്ളും എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ സ്പെസിഫിക് റിക്വസ്റ്റ് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സന്നിധിയിൽ വരുവാൻ നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവർക്കും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. രോഗാവസ്ഥയിൽ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിഷമത്തിലിരിക്കുന്ന എല്ലാ മക്കളെയും, ഇന്നേ വരെ റിക്വസ്റ്റ് വെച്ചിട്ടുള്ള എല്ലാ മക്കളെയും ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സൗഖ്യം പ്രാപിച്ചവരും ഇനിയും സൗഖ്യം പ്രാപിക്കാനിരിക്കുന്നവരും ഉള്ള അവസ്ഥയിൽ എന്തു വന്നാലും കർത്താവിനെ സ്നേഹിപ്പാനും പരിശുദ്ധാത്മശക്തി പ്രാപിപ്പാനുമുള്ള കൃപ തരണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജിയാനെയും ലിഖിതയും ഒന്നുകൂടി സമർപ്പിക്കുന്നു. സൗഖ്യം പ്രാപിച്ചിട്ടും അവർക്ക് ഓരോരോ വൈഷമ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രത്തോടെ തമ്പുരാനെ അവരെ അനുഗ്രഹിക്കണമേ, അവരെ ആണിപ്പഴുതുള്ള കരങ്ങൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയം ചെയ്തവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ അനേകമാകുമ്പോൾ വീണു പോകാതെ നിൽപ്പാൻ എല്ലാ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സുമോറോ കൊയറിനെയും ജോർജ് അച്ഛനെയും സ്തോത്രം ചെയ്യും. ലഭിച്ച ഒരു വിജയത്തിന് അവർക്ക് ദേശത്തിന് മഹത്വം കൊടുക്കാം. സബ് ഡീക്കൻ ആഷിഷ്, സബ് ഡീക്കൻ റയൻ അവരെ പൂർണ്ണ സമാസന്മാരാകാൻ ആയിട്ട് ഓർഡിനേഷൻ ആണല്ലോ. ആ ഓർഡിനേഷന്റെ എല്ലാ സ്റ്റെപ്പുകളിലും ദൈവസാന്നിധ്യം ഉണ്ടാകണേ. അവരുടെ മഹത്വത്തിനായിട്ട് മുൻപോട്ട് പോകുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് ആൻഡ് സ്റ്റെഫാനി, അലൻ ആൻഡ് ആഷ്ലി എന്ന വിവാഹമാകുന്നു. അനുഗ്രഹ ആൻഡ് അഖിൽ, ആൻ ആൻഡ് ജിമി ഇവരുടെയും വിവാഹമാകുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായ വിവാഹം നടക്കുവാനും കുടുംബജീവിതം അനുഗ്രഹപ്രദമാനും ദൈവരാജ്യ മഹത്വത്തിനായി അവർ ജീവിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ജേണിയിലായിരിക്കുന്നവരെ, ജേണി കഴിഞ്ഞ് ക്ഷേമമായി എത്തിയവരെ, ഇനിയും യാത്രയിലാകുന്ന നാഷണൽ ആസ് വെൽ എസ് ഇന്റർനാഷണൽ ജേണി ഡ്രൈവ് ആയിരിക്കുന്നവരെ എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ സമയത്ത് എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി, അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഏറ്റെടുത്തപ്പോൾ അതിനോടൊപ്പം തന്നെ വെല്ലുവിളികളുണ്ട്. അവരെ ദൈവനാമത്തിൽ
അത് ഏറ്റെടുക്കുവാനും സംസ്ഥാനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അവരെ സഹായിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യുഎസ്എയുടെ ഭരണാധികാരി, ഇന്ത്യയുടെ ഭരണാധികാരി, എല്ലാ വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അവരെ ശക്തിപ്പെടുത്തുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിന്റെ, വ്യക്തിയുടെ തലയിൽ വണക്കിയിരിക്കുന്ന ഓരോ വ്യക്തി, അവരുടെ കുടുംബം, ഇടവക, സഭ, രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പീഡ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളായി പീഡ അനുഭവിക്കുന്ന അനേകരുണ്ട്. അവരോട് പ്രാർത്ഥിക്കാം. യുദ്ധത്തിന്റെ വൈഷമ്യങ്ങളിലിരിക്കുന്നവരെ സമാധാനം, ദൈവമേ സമാധാനം മനസ്സ്ഥാപിക്കാൻ ഇടവരുത്തണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ പ്രാതികൂല്യം കൊണ്ട് വിഷമിക്കുന്ന അനേകരുണ്ട്. കർത്താവെ, കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ള കർത്താവെ, കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റീകൺസ്ട്രക്ഷനിൽ ഇരുന്ന് കൂദാശ നടത്തിയ ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് ചർച്ചിനോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ മെയ് മാസം അവസാനം കൂദാശ ചെയ്യാനിരിക്കുന്നതായിട്ടുള്ള കാൽഗറി ചർച്ചിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാം അനുഗ്രഹപ്രദമാകുന്നതിന് പ്രാർത്ഥിക്കുന്നു. റേവ് സെന്റ് ഗ്രിഗോറിയസ് ചർച്ചസ് ഉണ്ട് ഹ്യൂസ്റ്റൺ, ഡാലസ്, അതേപോലെ തന്നെ സെന്റ് സ്റ്റീഫൻസ് ചർച്ച് ഹ്യൂസ്റ്റൺ, എല്ലാ റീകൺസ്ട്രക്ഷനിൽ വരുന്ന ചർച്ചസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ആരാധന വളരെ പ്രധാനമാകുന്നു. ആരാധനയ്ക്ക് പുറപ്പാട് പുസ്തകത്തില് 23-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്തിൽ നമ്മോട് പറയുന്നുണ്ട് ആരാധനയോടുകൂടി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഓർത്ത് നാം ആരാധന ചെയ്യുവല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, തലമുറയെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. ഈ ദൈവാലയങ്ങളെല്ലാം കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായി തയ്യാറായിരിക്കുമ്പോൾ, ഒന്നിച്ച് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഭക്ഷണം, നമ്മുടെ നല്ല ഭാവി, ദീർഘായുസ്, നന്നായി പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വാഗ്ദാനം ചെയ്യുമ്പോൾ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കൾക്ക് സഹായിക്കണമേ. നിഷ്കളങ്കരായിട്ടുള്ള മക്കൾക്ക് ഇന്ന് ലഹരിയുടെയും ഇന്റർനെറ്റിന്റെ അടിമത്വത്തിൽ ഭാവി എന്താണെന്ന് അറിയാൻ വയ്യാതെ അവര് പലതിൽ പരാജയപ്പെടുകയും നിരാശരാകുന്നു. സൂയിസൈഡ് ടെൻഡൻസി, ഡിപ്രഷൻ, കാലികമായിട്ടുള്ള പല നമുക്ക് ഊഹിക്കാൻ പോലും വയ്യാത്ത പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് കരുണയോടെ നമുക്കിപ്പായി പ്രാർത്ഥിക്കാം. വചനം, പ്രാർത്ഥന, കൂദാശ ഇതെല്ലാം മുൻപായി പ്രാധാന്യം കൊടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാം. ഒപ്പം പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തർക്കും ശുദ്ധീകരണം ആവശ്യമാകുന്നില്ല. ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പേരുകളും നമുക്ക് ലഭിച്ചിട്ടുള്ള റിക്വസ്റ്റുകളെല്ലാം ദൈവത്തിന്റെ ഭാഗത്തിൽ നാം വഹിക്കുന്നു. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നതോടുകൂടി ഈ അനുഗ്രഹങ്ങൾ എല്ലാവരും പ്രാപിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഇന്ന് വരെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞിട്ടും സംബന്ധിക്കാൻ താല്പര്യമില്ലാത്ത എല്ലാ മക്കളെയും വയ്ക്കുന്നു. ഇന്ന് പലവിധ അസൗകര്യങ്ങൾ കൊണ്ട് ജോലിയും വന്നു ചേരാൻ വയ്യാതെ എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്കൂൾ തുറക്കുന്ന, വിദ്യാലയ വർഷം ആരംഭിക്കുന്ന മക്കളുണ്ട്. എല്ലാ കലാലയങ്ങളെയും വിദ്യാലയങ്ങളെയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും അതിനെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വോളണ്ടറി സംഘടനകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ വാർദ്ധക്യത്തിലിരിക്കുന്നവര്, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നവര്, അൾസിമേഴ്സ് ഡിമെൻഷ്യയിലിരിക്കുന്ന, മറ്റുള്ളവരോട് അവരുടെ വിഷമങ്ങൾ തുറന്നു പറയാൻ വയ്യാതെ വിഷമിക്കുന്നവര്, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവര്, ജോലി സ്ട്രെസ് അനുഭവിക്കുന്നവര്, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വാങ്ങിപ്പോയ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദിദിമോസ് ബാവയുടെ ഓർമ്മയാവുന്നല്ലോ, അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയും യാചിക്കുന്നു. വന്യ VI ചെറിയാനച്ഛൻ, വന്യ C കോശിയച്ഛൻ, അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലേക്ക് കടന്നുപോയ ജോർജ് മാത്യു, ലാവണ്യ IPS, സണ്ണി, അജയ് പോൾ വർഗീസ്, ഈ മക്കളുടെ എല്ലാ ആത്മാക്കളെ സമർപ്പിക്കുന്നു.
ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭൂമിയുടെ പരദീസയിൽ ആത്മാക്കളെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒന്നുകൂടി സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട വിൻഡാഷ് ചാക്കോയാണ്. അവരുടെ കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട വിൻഡാഷ് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച സുരസാന്തയമേ MMVS പ്രയർ മീറ്റിംഗായി ഞങ്ങൾക്ക് കൂടാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യം ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വന്നവരെയും വരാൻ ആഗ്രഹിച്ചവരെയും വരാൻ പറ്റാത്തവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാവിധമായ ആവശ്യങ്ങളിലും നല്ലതായ ആഗ്രഹങ്ങളിലും അങ്ങ് കൂടെ ഉണ്ടായെന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭാജനങ്ങളെ ആത്മീയ വളർച്ച ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിമാരെയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഷെമ്മാശന്മാരെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സഭാജനങ്ങളെ ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ അവരുടെ പ്രവർത്തനങ്ങൾ മൂലം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ MMVSനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും പ്രകാശിപ്പാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിൻ്റെ എല്ലാ ഭാരവാഹികളും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ ചെയ്യുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ധ്യാന പ്രസംഗം ചെയ്ത ടോജോ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകാതെ ആങ്സൈറ്റിയിലൊക്കെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ മാർത്തയെ പോലെ പല പല കാര്യങ്ങളിൽ വിചാരപ്പെടാതെ മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ പോലെ സംശയിക്കാതെ നിന്റെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പെന്തിക്കോസ്തിയാവുന്നല്ലോ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ കേൾക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ചഞ്ചലപ്പെടാതെ കർത്താവേ ദൈവസന്നിധിയിൽ ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ അകപ്പെട്ട് വേദനപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവേ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, വേണ്ട സമാധാനവും സന്തോഷം എല്ലാം കൊടുത്ത് അവരെ പാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭരണാധികാരികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, കർത്താവേ, നീതിയോടെ അവരെല്ലാം പ്രവർത്തിപ്പാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. രക്തസ്രാവമുള്ള സ്ത്രീ നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ കർത്താവെ, അവിടെ രക്തസ്രാവം മാറിയ പോലെ കർത്താവെ, ഞങ്ങൾ വിശ്വസത്തോടെ ഞങ്ങൾ രോഗികൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെയും ഭവനമില്ലാതെയൊക്കെ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. കർത്താവെ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും കർത്താവെ, കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരെയും വിവാഹം കഴിക്കാൻ പറ്റാത്തവരെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. കർത്താവെ, നീ അവർക്ക് വേണ്ടതായ എല്ലാ ആവശ്യങ്ങളും കൂടെ ഉണ്ടായെന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ പ്രാർത്ഥനയെ വന്നു പോയ തെറ്റുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. എല്ലാം പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും നമ്മുടെ എല്ലാ ഇടവകളും ഇപ്പോഴെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സുസമ്മ കുറിയാക്കോസ്. സുസമ്മ. സുസമ്മ അമ്യൂട്ട് ചെയ്യൂ. സുസമ്മ.
മ്യൂട്ടാണെന്ന് തോന്നുന്നു. മ്യൂട്ടാ. സുസുമ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ. പറഞ്ഞു സോറി, ഇവിടെ പിന്നെ ഇതായിരുന്നു, മ്യൂട്ടായി. പറഞ്ഞോളൂ. ഓക്കെ, ദൈവത്തിന് സ്തുതി. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയോസിസിന്റെ ഈ ഉപവാസ പ്രാർത്ഥന കൂടി ഈ വെള്ളിയാഴ്ച ഭംഗിയായി നടത്തുവാൻ സാധിച്ച ദൈവത്തെ ആദ്യമായി സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ ഡയോസിസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ അഭിമന്യ തിരുമേനി മനസ്സിനെ ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. എപ്പോഴും പ്രാർത്ഥനയോടുകൂടി നമ്മളെ അനുഗ്രഹിക്കുന്ന തിരുമേനിയെ വീണ്ടും ഓർത്ത് താങ്ക്സ് പറയുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന എബി അബ്രഹാം അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എപ്പോഴും വളരെ സന്തോഷത്തോടും ക്ഷമയോടും കൂടി ഞങ്ങളെ പരിപാലിക്കുന്ന അച്ഛനെ പ്രത്യേകമായി ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഗ്രൂപ്പിൽ നിന്ന് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന എലിസബത്ത് ആന്റിയെ പ്രത്യേകമായി സ്തോത്രം ചെയ്ത് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ സിനിയെയും ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മിസ് ഷീനയോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇത്രയും പേർ ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടുത്തെ കെടാവിളക്കുകൾ. ഇത്രയും പേർ ഒരുമിച്ച് കൂടിയതിൽ വളരെ സന്തോഷം. ഏകദേശം 80ഓളം പേർ ഇന്ന് സംബന്ധിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാവരെയും അഭിനന്ദിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും, എല്ലാ മെമ്പേഴ്സിനോടും, എല്ലാ സിസ്റ്റേഴ്സിനോടും, മറ്റാരെങ്കിലും ദൈവവേല ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നന്ദിയും സ്നേഹവും പറയുന്നു. ആദ്യമായി വേദപുസ്തകം വായിച്ച സാറാമ്മ തോമസിനോടും പിന്നീട് വായിച്ച കെ അലക്സാണ്ടറിനോടും ഗാനം ആലപിച്ച മിസ്സസ് ഏലിയാമ്മ പുന്നീസിനോടും ബൈബിൾ വായിച്ച പിന്നീട് ബൈബിൾ വായിച്ച നിറ്റി ജോസഫിനോടും കൗമ അനുതാപ പ്രാർത്ഥന മുതലായവ നടത്തിയ ഫാദർ എബി അബ്രാഹിമിനോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പാട്ടുപാടിയ ലിൻസി, ഇൻട്രഡക്ഷൻ പറഞ്ഞ ഫാദർ എബി അബ്രാഹിമിനെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. എല്ലാറ്റിനും ഉപരി ഡിവോഷണൽ മെസ്സേജ്, അതാണല്ലോ വളരെ ഇമ്പോർട്ടന്റ്, പറഞ്ഞു പോകാൻ താമസിച്ചെങ്കിൽ ക്ഷമിക്കണം, നൽകിയ ബഹുമാനപ്പെട്ട ടോജോ ബേബി അച്ഛൻ, സെന്റ് ജോൺ ഓർത്തഡോക്സ് ചർച്ചിലെ വികാരി ഡെൽവയർ വാലിപ്പിയെ അച്ഛനോടുള്ള സ്നേഹവും ഭക്തിയും അറിയിക്കുന്നു. ഞങ്ങൾ ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് ഉള്ളവരായി തീരാതെ കർത്താവിനെ നോക്കി ജീവിക്കുന്ന ഒരു ജനസമൂഹമായി തീരുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതായിരിക്കും. പിന്നീടുള്ളത് പ്രെയർ റിക്വസ്റ്റ് ചെയ്ത എലിസബത്ത് ആന്റി കോർഡിനേറ്റർ ആണല്ലോ. ഇൻട്രഡക്ടറി പ്രെയർ നടത്തിയ മിസ് വിൻഡേഷ് ചാക്കോ, ബെനഡിക്ഷൻ നടത്തിയ ഫാദർ അബി അബ്രഹാം, ഓട്ടോ താങ്ക്സ് പറഞ്ഞ സൂസമ കുര്യാക്കോസ് സീനിയർ സൂപ്പർ സീനിയറിനെ ദൈവസന്നിധിയെ സമർപ്പിച്ച് താങ്ക്സ് പറയുന്നു. എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം. ആമീൻ.